ഇത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇന്നാണ് എനിക്ക് ഹിന്ദി എക്സാം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് സ്റ്റഡി ടിപ്സും കൂടെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണുള്ളത് ആ ചാപ്റ്റർ നന്നായി വായിക്കുക. അപ്പം എനിക്ക് ആകെ പാടുള്ളത് 4 ചാപ്റ്ററാണ്. ആ 4 ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടഫാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വായിച്ചിട്ടുണ്ട്. അതിന് ശേഷം എൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ 4 പാഠം എഴുതിയ ആൾക്കാരുടെ പേര് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ സ്റ്റിക്കി നോട്ടിൽ ഓരോ കവിതേൻ്റെയും കഥേൻ്റെ ഒക്കെ ആശയം ലാബ്രിന്തിയിൽ നോക്കിയിട്ട് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. ഞാൻ കുറേ പ്രഡിക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ലാബ്രിന്തിയിൽ പവറപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കി. അതുപോലെ തന്നെ ട്രെൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ വായിച്ച് നോക്കി. അപ്പം ഇത് വായിച്ച് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ മലയാളമൊക്കെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് പഠിക്കാൻ സുഖമാണ്. പിന്നെ ഞാനൊരു ടെസ്റ്റ് പോലെ പഠിച്ചതെല്ലാം എടുത്തു. കുറച്ചൊക്കെ എഴുതി പഠിച്ചു. പിന്നെ കുറച്ചൊക്കെ സൈലത്തിൻ്റെ ക്ലാസ് കണ്ടു. പിന്നെ ഞാൻ കാലത്ത് എണീറ്റിട്ട് വെറുതെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചതാണ്. വെറുതെ അല്ലേ എഴുതി വെച്ചത്, എഴുതിയതൊക്കെ വന്നിട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ 5ാം ക്ലാസ് മുതൽ ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. നിങ്ങൾ എഴുതി പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ കിട്ടും. പിന്നെ വല്ല PDF മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ലാബ്രിന്തിലത്തെ പിന്നിലത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നുണ്ടായിരുന്നത്. ലാബ്രിന്തിൽ കാണുമ്പോൾ അത്യാവശ്യം ടഫായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ സത്യം പറഞ്ഞാൽ സിമ്പിളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോട്ട് എടുത്തിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ടിക്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാത്ത ഭാഗം ഏതാണെന്നൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നോട്ട് മാത്രമല്ല, ഞാൻ ടെസ്റ്റിലും കൂടെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട് വെറുതെ ഒന്ന് ഓടിച്ച് റിവിഷൻ ചെയ്ത് നോക്കി. ചിലപ്പോൾ ഇനി നമുക്ക് പഠിക്കാത്തതെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സ്റ്റഡി ടിപ്സ് വേണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിയിൽ കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.